ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ പോവാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇപ്പോൾ വാഷ്റൂമിൻ്റെ അകത്ത് നിന്ന് ഹെയർ ഒന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഞാനും എൻ്റെ ഹെയർ വളരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഹെയർ കട്ട് ചെയ്തതാണ്, അല്ലാതെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിട്ടൊന്നും ഞാൻ ഹെയർ കട്ട് ചെയ്തതല്ല. അപ്പോൾ ഹെയർ എല്ലാം ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുകയാണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നത് ഞാൻ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ വ്ളോഗിലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടീനേജർ ആയിരുന്ന മുതൽ തന്നെ ഈ പ്രോഡക്റ്റ് വലിയ ഇഷ്ടമാണ്. നമ്മളൊരു ടീനേജർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജനറേഷനിൽ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങുന്ന തന്നെ ഈ ഒരു ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് വളരെ ജെന്റിൽ ആൻഡ് എഫക്റ്റീവ് ഫോർമുലയാണ് ഇതിൽ വരുന്നത്. ഇതിൽ 100% നാച്ചുറലി ഡിറൈവ്ഡ് നീമാണ് വരുന്നത് ആൻഡ് ഇറ്റ് ഈസ് ക്ലിനിക്കലി പ്രൂവൺ ടു റെഡ്യൂസ് പിംപിൾസ്. അപ്പോൾ നീം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു പവർഫുൾ ഇൻഗ്രീഡിയന്റ് ആണ്, നോൺ ഫോർ ഇറ്റ്സ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്. അപ്പം 99.9% പിമ്പിൾ കോസിംഗ് ബാക്ടീരിയനെ കൊല്ലുന്നു. പിന്നീട് ഇതിലൊരു ക്ലീൻ സോപ്പ് ആൻഡ് പാരബീൻ ഫ്രീ ഫോർമുലയാണ് വരുന്നത്. അത് കാരണം തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. പിന്നെ ഇതിലൊരു സ്കിൻ ഫ്രണ്ട്ലി pH ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് വളരെയധികം സൂപ്പർ ജെന്റിലാണ് സ്കിന്നിൽ. പോർസിനെ എല്ലാം നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നു വിതൗട്ട് ഡ്രൈയിങ് ഔട്ട് ദ സ്കിൻ. ഈ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലും പിന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ആ ലിങ്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് പ്രോഡക്റ്റ് ഇസ് ട്രസ്റ്റഡ് ബൈ മീ ആൻഡ് മില്യൺസ് ഓഫ് കൺസ്യൂമേഴ്സ് അക്രോസ് ഇന്ത്യ. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നു. കഴിഞ്ഞ വ്ളോഗിലും ഒക്കെ ഈ പാർക്കിൽ പോയതിൻ്റെ വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറിൽ കയറി മോളെ കാർ സീറ്റിലാക്കി നമ്മൾ വിഷേട്ടൻ ഡ്രൈവ് ചെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ പാർക്കിലെത്തിയതിന് ശേഷം നമ്മളൊരു മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രൈ മാറ്റ് പോലെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു, പിക്നിക് മാറ്റ്. അപ്പം അത് ഞാൻ അവിടെ ആദ്യം വിരിച്ചു, ഒരു ഗ്രാസ് ബെഡിൽ ഞാൻ വിരിച്ചു. അപ്പോൾ വിരിച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് തന്നെ മോൾ ഒരൊറ്റ ഓട്ടമായിരുന്നു. പ്രാമ് നിറക്കിയതിന് ശേഷം മോൾ ഒരൊറ്റ ഓട്ടം. എന്നിട്ട് അവിടെ ഒരു കൂട്ടത്തിൽ കുറച്ച് കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അവിടെ പോയിട്ട് അങ്ങ് ഇരിപ്പായി. കൂടുതലും വേറെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമാണല്ലോ. അപ്പോൾ അവിടെ പോയിട്ടിരിക്കുക, അവരുടെ കൂടെ സംസാരിക്കാൻ ട്രൈ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കൂടുതലും ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പം മോള് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു, ഓടി ഓടി അവിടെ എല്ലാം പോകുന്നുണ്ടായിരുന്നു. വിഷേട്ടൻ പുറകെ നടന്നു, പിന്നീട് ഞാൻ പുറകെ നടന്നു. അങ്ങനെ ഭയങ്കര ഓട്ടമായിരുന്നു. അപ്പം ഞാൻ ഈ മോളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, മോൾ ഇങ്ങനെ പോയിട്ട് അവിടെ ഭയങ്കര ഭംഗിയുള്ള ഫ്ലവർ ബെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഫ്ലവേഴ്സിനെ പ്ലക്ക് ചെയ്യുക. അപ്പോൾ അത് ഞാൻ കുറേ നോനോ പറഞ്ഞു, പക്ഷേ എന്നാൽ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ ചെയ്യുള്ളൂ. അതിനുശേഷം ആ സമയത്ത് വിഷേട്ടനൊന്ന് ചായ മേടിക്കാനായിട്ട് ഒന്ന് പോയായിരുന്നു. അപ്പോൾ ചായയും സമൂസയും എല്ലാം മേടിച്ചിട്ട് വിഷേട്ടൻ വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് ചായയും സമൂസയും കഴിക്കുന്ന സമയത്തും മോൾ അവിടെ ഇരിക്കുന്നില്ല, മോൾ ഓട്ടമായിരുന്നു. പിന്നെ വീണ്ടും വിഷേട്ടനും ഞാനും ഒക്കെ പുറകെ നടക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിലോങ്ങിങ്സ് എല്ലാം ഇപ്പോൾ പ്രാമും അതിൽ സാധനങ്ങളും ഒക്കെ എൻ്റെ ഫോണും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മോളുടെ പുറകെ ഓടുന്നത്. നമുക്കൊന്നും പേടിക്കാനില്ല. ഇവിടെ നിന്ന് ആരും എടുത്തിട്ട് പോവില്ല. അവിടെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, ഇത് സ്വിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലെ മോളെ നിർത്തിയിട്ട് ഒന്ന് ആട്ടിക്കൊടുത്തു. അപ്പോൾ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ലാസ്റ്റ് ടൈം അമ്മയും മോളും ഞാനും ഒക്കെ ചെന്നൈയിൽ പോകാൻ സമയത്ത് അവിടുത്തെ ഒരു പാർക്കിലാണ് മോൾ അവസാനമായിട്ട് സ്വിങ്ങിൽ ഇരുത്തിയത്. അപ്പോൾ ഇവിടെ ഇരുത്തിയപ്പോൾ മോൾക്ക് വീണ്ടും സന്തോഷമായി. നമ്മൾ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. ഏകദേശം ഇരുട്ടി തുടങ്ങിയ സമയത്താണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലതായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ. നമുക്ക് ഒരു റിഫ്രഷിങ് ഫീൽ ആയിരുന്നു. ഒന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ മോളുടെ പുറകെ ഇത്രയും ഓടി കഴിഞ്ഞപ്പോൾ നമുക്കും കുറച്ചൊന്ന് നമുക്കും കുറച്ച് എക്സസൈസ് ആയല്ലോ എന്ന് നമ്മളും ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാറിൽ കയറി. അപ്പോൾ ഇപ്രാവശ്യം കാറിൽ കയറിയപ്പോൾ മോള് കാർ സീറ്റിൽ ഇരുന്നില്ല. ഞാൻ മോൾക്ക് ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മൾ വീടെത്തിയതിന് ശേഷം ഇനി ഞാൻ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഡിന്നറിന് ഞാൻ
ആക്ച്വലി ഇന്ന് പ്ലാൻ ചെയ്തത് ഒരു സൂപ്പാണ് കേട്ടോ. എന്താ പറയുക, ഒരു ക്ലിയർ സൂപ്പ് ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ തന്നെ അമ്മയുടെ റെസിപ്പി നോക്കിയിട്ടാണ്, അമ്മയുടെ വീഡിയോസ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മയുടെ പഴയ വീഡിയോസ് ഉണ്ടല്ലോ, മാജിക് അവൻ്റെ ഒക്കെ വീഡിയോസ്, അപ്പോൾ അതെല്ലാം ഞാൻ റെഫറൻസ് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് അധികം ഒന്നും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതാണ് സത്യം. നമ്മൾ താമസിക്കുന്നത് ഒരു മിക്സ്ഡ് ഫാമിലി ആയിട്ടല്ല. എൻ്റെ അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അമ്മ തന്നെയാണ് എല്ലാ പ്രാവശ്യം കുക്ക് ചെയ്യുന്നത്. ഞാൻ വല്ലപ്പോഴും ഇപ്പോൾ എൻ്റെ അച്ഛന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഇപ്പോൾ പനീർ ബട്ടർ മസാല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അച്ഛന് ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും, ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി. ഇപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യും ഞാൻ. ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്താ പറയുക, അമ്മയെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏരിയ കൂടുതലും കുക്കിംഗ് അല്ല, എൻ്റെ ഏരിയ ക്ലീനിങ് ആണ്. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. നല്ല രീതിക്ക് എനിക്ക് എന്താ പറയുക, അടുക്കി പിറക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് നല്ലൊരു ട്രെയിനിങ് ആണ് ആ കാര്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛൻ BSF-ലായിരുന്നു, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വീടാവുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അത് എൻ്റെ അമ്മ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കാം, അയ്യോ ഇന്ന് രാത്രി എന്ത് വെക്കണം, എന്ത് കുക്ക് ചെയ്യണം, അടുത്ത ദിവസം രാവിലെ എന്ത് കുക്ക് ചെയ്യണം. ഓഫീസിൽ ഒരു 9 to 5 ജോബ് ചെയ്യുമ്പോഴോ കുക്കിങ്ങും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് വലിയൊരു സ്ട്രെയിൻ ആണ്. പക്ഷെ ഞാനിവിടെ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ എല്ലാ ദിവസവും ഒരു മീല് ഇത്ര ടൈപ്പ് ഓഫ് മീൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് 3 years ബാക്ക് ആക്ച്വലി ഞാനും വിഷേട്ടനും കൂടി അബഡീനിൽ പോയിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസവും ഇന്ത്യൻ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കാരണം വിഷേട്ടന് ഇന്ത്യൻ ഫുഡ് കഴിക്കാനാണ് കൂടുതൽ താല്പര്യം. പക്ഷെ അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം അത്രയും നാള് ഞാൻ അങ്ങനെ ഒരു പ്രോപ്പർ ഒരു 3 മീൽ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാ ദിവസവും ഉണ്ടാക്കി അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു 6 months അവിടെ പോയി നിന്നത് ഒരു ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ വിഷേട്ടന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറി ഒന്ന് കുളമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബെഡൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം മോളുടെ ഡ്രസ്സും നാപ്പി അവളെ കുളിപ്പിച്ചതിന് ശേഷം മോളുടെ ക്രീംസും കാര്യങ്ങളും എല്ലാം, മോളുടെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞു. സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ ശേഷം മുടിയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. രാവിലെ തല കുളിപ്പിച്ചിട്ട് വൈകുന്നേരം മേല് കഴിയിപ്പിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതിനുശേഷം ബോഡി വാഷ് ചെയ്തതിന് ശേഷം മോളെ കിടത്താനായിട്ട് കൊണ്ടുപോവാണ്. ഞാൻ ആദ്യം പാലെടുത്തു. പാല് ഒന്ന് വാം ആക്കിയിട്ട് മൂക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് മോള് ഉറങ്ങും. അങ്ങനെ മോള് ഉറങ്ങിയതിന് ശേഷം ഞാൻ വിഷേട്ടനകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ വിഷേട്ടൻ പുറത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബേബി ക്യാമറ വെക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വർക്ക് തീർക്കാനായിട്ട് ഞാൻ ലിവിംഗ് റൂമിലേക്ക് ഇരുന്നിട്ട് ഞാൻ ലാപ്ടോപ്പിൽ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ മീ ടൈം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ രാത്രി സമയത്താണ് ഞാൻ ഇരുന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നതും പവിലയുടെയും ആഭരണത്തിൻ്റെയൊക്കെ ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു സമയത്താണ് നോക്കാറ്. വളരെ സീരിയസ് ആയിട്ടിരുന്നു വർക്ക് ചെയ്ത് എഴുതാനുള്ള എല്ലാം എഴുതി ഞാനിങ്ങനെ ഇരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ദാറ്റ് ഈസ് മോളുടെ സ്കിൻ കെയർ റൂട്ടീൻ എന്താണെന്ന് ചോദിച്ചിട്ട്, അതായത് അതൊരു കുഞ്ഞു കുട്ടിയാണ്, പക്ഷെ എന്നാൽ പോലും ഒരു റൂട്ടീൻ എന്തായാലും എല്ലാവർക്കും കാണുമല്ലോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് പറയാനായിട്ട് ഒത്തിരി റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഒക്കെ. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഒരു വീഡിയോ അതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ജെനുവിൻ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.